അല്ലെങ്കിലും രണ്ടുപേരും കൂടി എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ നടക്കൂ എന്ന് തെളിയിച്ചൊരു യാത്രയാണ് ഇന്നത്തേത്. നമ്മളിപ്പോൾ പോകുന്നത് മരുതമലയിലേക്കാണ്. ഒരു വയസ്സ് കഴിഞ്ഞാൽ മുടിയെടുക്കണമെന്നൊരു ചടങ്ങുണ്ടല്ലോ, അതിൻ്റെ പേരിൽ പോകുന്നതാണ്. ഏകദേശം അമ്പലത്തിൻ്റെ അതുവരെ വണ്ടികളെല്ലാം പോകുന്നത്. പക്ഷേ ഇന്ന് നല്ല തിരക്കായതുകൊണ്ട് വണ്ടിയൊന്നും അങ്ങോട്ട് കടത്തി വിടുന്നില്ല. ഒരുവിധം സ്റ്റെപ്പ് കയറി മുകളിലെത്തിയപ്പോഴാണ് പണി പാളി എന്ന് മനസ്സിലായത്. മുടി താഴെ നിന്ന് എടുത്തിട്ട് വേണം മുകളിലേക്ക് വരാനെന്ന്. ഇവിടെ പ്രൈവറ്റ് ബസ് ട്രിപ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ അതിന് വളരെ വലിയ ക്യൂ ആണ്. കുറച്ചു നേരം ക്യൂവിൽ നിന്നു. ഇപ്പോഴൊന്നും കഴിയുമെന്ന് തോന്നിയില്ല. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, നേരെ സ്റ്റെപ്പ് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില സമയങ്ങളിലൊക്കെ മഴ നമ്മളെ ചതിച്ചിട്ടുണ്ടായിരുന്നു. ഒരുവിധം സ്റ്റെപ്പ് ഇറങ്ങി പിന്നെ നമ്മൾ നേരെ മുടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ടെൻഷൻ ദേവൂട്ടി എങ്ങനെയായിരിക്കും മുടി വെട്ടുമ്പോൾ പ്രതികരിക്കുക എന്നായിരുന്നു. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒന്നും തന്നെ ഉണ്ടായില്ല. ദേവൂട്ടി മുടി വെട്ടുമ്പോൾ അലമ്പൊന്നും കാണിക്കാണ്ട് ഒതുങ്ങിയിരുന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ മുടി വെട്ടാൻ ചാർജ് ഒന്നുമില്ല, ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് കയറി നേരെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇനി ദർശനത്തിനുള്ള ക്യൂ ആണ്. ഇത് വളരെ വലുതായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ക്യൂ നിന്നെങ്കിൽ എന്താ, നല്ല രീതിയിൽ നമുക്ക് ദർശനം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നാട്ടിലെ പോലെ തന്നെ ഇവിടെയും മഴയൊക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ നമ്മൾ മെല്ലെ താഴേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് അവിടുത്തെ പ്രസാദം. ഇതെല്ലാവർക്കും ഫ്രീ ആണ്. തിരിച്ചു വരുമ്പോഴും നമ്മൾ ബസ്സിന് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടെയും ക്യൂ ഭയങ്കരമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സ്റ്റെപ്പ് ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു. ഇത്തവണയും സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഒരുവിധം സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്